ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രഗ്നൻസിയിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് രാത്രിയൊക്കെ ഉറക്കം കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒട്ടുമിക്ക പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ പ്രഗ്നൻസി സമയത്ത് 8 മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് പറയുക. 8 മണിക്കൂർ രാത്രിയും അതുപോലെ 1-2 മണിക്കൂർ പകൽ സമയത്ത് നമ്മൾ ഉറങ്ങണം എന്നാണ് പറയുക. പക്ഷെ ഇത്ര ഉറക്കൊന്നും നമുക്ക് ആർക്കും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറക്കം കിട്ടാത്തത്, നമുക്ക് എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത്. അപ്പോൾ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 3 മാസങ്ങളിലും പിന്നെ അവസാനത്തെ 3 മാസങ്ങളിലാണ് നമുക്ക് കൂടുതലും ഉറക്കം കിട്ടാതായിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത്. എല്ലാ മാസത്തിലും ഉണ്ട്, എന്നാലും കൂടുതലും ഈ ആദ്യത്തെ 3 മാസം അവസാനത്തെ 3 മാസമാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള പ്രഗ്നൻസി ഹോർമോൺസ് ആയിട്ട് ഈസ്ട്രജനും പ്രൊജസ്ട്രോണിന്റെ അളവും അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നെഞ്ചെരിച്ചില്, പിന്നെ എന്താ പറയുക, ദഹനക്കുറവ്, വോമിറ്റിങ്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഹോർമോൺസിന്റെ വ്യത്യാസങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉറക്കം കിട്ടാതിരിക്കുന്നതും. നമ്മുടെ ബോഡിയിൽ ദഹനക്കുറവ് ഉണ്ടാവുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചെരിച്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് ഉറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും രാത്രി. അതുപോലെ തന്നെയാണ് വോമിറ്റിങ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലും പിന്നെ ലാസ്റ്റ് 3 മാസം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീക്കുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ആണ്. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഉറക്കം ഇങ്ങനെ നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് പിന്നെ ആദ്യ 3 മാസങ്ങൾ കഴിയുമ്പോൾ പതുക്കെ നമുക്ക് നമ്മുടെ കാലുവേദന, അതുപോലെ മസിൽ പെയിൻ, പിന്നെ ഇങ്ങനെ മസിൽ കോച്ചി വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്ക് പെയിൻ, നടുവേദന, പുറം തരിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാം. അതുപോലെ തന്നെയാണ് ലാസ്റ്റ് അവസാന 3 മാസങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് യൂട്രസ് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ വയറും വലുതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക് എന്താ പറയുക, രാത്രി ഉറങ്ങുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ ഈ വയറ് വലുതായതുകൊണ്ട് നമുക്ക് കംഫർട്ട് ആയിട്ട് കിടക്കാൻ പറ്റുന്നില്ല, നമുക്ക് കിടക്കാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ കാല് വേദന, പിന്നെ നടുവേദന, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നത്, നമുക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടും. ഈ ലാസ്റ്റ് 3 മാസങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ചൂട് കൂടുതലായിട്ട് തോന്നും. അപ്പൊ ആ ചൂട് കൂടുതലുകൊണ്ട്, ഭയങ്കര ചൂട് കാരണം കൊണ്ട് നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് രാത്രി ഉറങ്ങാനായിട്ട് തടസ്സപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ടെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഒക്കെ. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെയാണ് പ്രഗ്നൻസി സമയത്തും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഉറക്കം കിട്ടാതിരിക്കുന്നത് രാത്രി. അപ്പൊ നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് നോക്കുക. കാരണം ഇങ്ങനെ നെഞ്ചെരിച്ചില്, ഗ്യാസിന്റെ പ്രശ്നം, വോമിറ്റിങ്, അതുപോലെ തന്നെ നമുക്ക് കാലുവേദന, നടുവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് മാറുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്കിത് കുറയുന്നത്, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നമുക്ക് ഓരോരുത്തർക്ക് ചിലർക്ക് ചില ഫുഡ് കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ടെൻഷനും സ്ട്രെസ് ഒക്കെ നിങ്ങൾ കുറയ്ക്കുക. പ്രഗ്നൻസിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതൊക്കെ മറക്കുക. ടെൻഷനൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പാട്ട് കേൾക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ചൂട് പാലോ അല്ലെങ്കിൽ കുറച്ച് ചൂട് വെള്ളമോ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മേല് കഴുകാം, ഒന്ന് കുളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കിടക്കാം. അതും നിങ്ങൾക്ക് ഉറക്കം കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ചൂടൊക്കെ അനുഭവപ്പെടുമ്പോൾ നമുക്കൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചൂടൊക്കെ ഒന്ന് കുറയുന്ന പോലെ തോന്നില്ലേ. അപ്പൊ അങ്ങനെ കുളിക്കുകയാണെങ്കിലും നമുക്ക് ആ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാനും നമുക്കത് ഉറക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഈ നെഞ്ചെരിച്ചില്, അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന എരിവും പുളിയുള്ള ഭക്ഷണം നിങ്ങൾ കുറയ്ക്കാനായിട്ട് നോക്കുക. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ്, പിന്നെ ജങ്ക് ഫുഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിലത്തെ ഫുഡ് നമ്മളൊരു മാക്സിമം ഒരു 7:30ക്ക് മുന്നേ നിങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ രാത്രി ഒരു 10 മണിക്ക് അല്ലെങ്കിൽ ഒരു 9:30-10 മണിക്കൊക്കെ ഉറങ്ങുന്ന ആളാണെങ്കിൽ നമുക്ക് ആ സമയത്തേക്കും പിന്നെ നമ്മുടെ ഗ്യാസിന്റെ പ്രശ്നം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ 11 മണിക്ക് 12 മണിക്കൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ അപ്പോഴേക്കും വീണ്ടും ഗ്യാസ് കയറാനായിട്ട് തുടങ്ങും. അപ്പൊ 7:30-ക്കുള്ളിൽ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് നിങ്ങളൊരു 9:30-10 മണിയോട് കൂടിയെങ്കിലും നിങ്ങൾ കിടക്കാനായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ ഉറങ്ങാനായിട്ട് ബെഡിൽ കിടന്നു കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് ശ്വാസം എടുക്കുക. നമ്മൾ മൂക്കിലൂടെ ഒന്ന് ശ്വാസം എടുത്തിട്ട് വായിലൂടെ ആ ശ്വാസം പുറത്തേക്ക് വിടാം. അങ്ങനെ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ആയിട്ട് ഒരു 3-4 വട്ടം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. അത് നമ്മൾ ബെഡിൽ കിടന്നിട്ട് നമ്മൾ അത് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടാനായിട്ട് അതും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഒരുപാട് സമയം ഫോൺ നോക്കി കിടക്കുന്നവരാണെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. നമ്മൾ ഫോൺ നോക്കി കിടക്കുമ്പോൾ നമ്മൾ കുറേ നേരം അങ്ങനെ കിടക്കും. അപ്പൊ അങ്ങനെ ഫോൺ നോക്കി കിടക്കുമ്പോൾ നമ്മുടെ കണ്ണിനും അത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ അത് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ ഫോണിന്റെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് നോക്കുക.
പ്രത്യേകിച്ച് രാത്രി നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഫോൺ നോക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ നിങ്ങൾ പാട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ്, ഇപ്പോൾ കഥയാണെങ്കിൽ കഥ, അല്ലെങ്കിൽ പാട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കേൾക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ, സിനിമയാണെങ്കിൽ കോമഡിയോ എന്താണെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കിടക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് അത് നോക്കി ഇങ്ങനെ കുറേ നേരം നമ്മൾ കിടക്കും. ചിലപ്പോൾ 1 മണി 2 മണിക്ക് നമ്മൾ ഇങ്ങനെ കിടക്കും. അപ്പൊ അത് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാനായിട്ട് കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കേൾക്കുക, കാണുന്നത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഡ്രസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് നല്ല ലൂസ് ഉള്ളത്, നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പില്ലോസ് യൂസ് ചെയ്യാം. നിങ്ങളുടെ രണ്ട് കാലിന്റെ ഇടയിൽ, മുട്ടിന്റെ ഇടയിലായിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ പില്ലോ സപ്പോർട്ട് ആവശ്യമുള്ളത്, ഇപ്പൊ നിങ്ങളുടെ ബാക്കിൽ ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചെരിയുമ്പോൾ നമ്മുടെ ഈ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ പുറത്ത് ഈ ഭാഗത്ത് ഒരു പില്ലോ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് ചാരി നേരെ കിടക്കുന്ന പോലെ ഒരു സപ്പോർട്ടിൽ നമുക്ക് കിടക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എവിടേക്കാണോ സപ്പോർട്ട് ആവശ്യമുള്ളത് അവിടെയൊക്കെ നിങ്ങൾ പില്ലോ വെച്ച് കിടക്കാനായിട്ട് നോക്കുക. പിന്നെ മാക്സിമം എല്ലാവരും ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വേഗം ഉറക്കം വരും, നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ രാത്രി സമയത്തിന് കറക്റ്റ് ആയിട്ടൊരു സമയം വെക്കുക. നമ്മൾ എന്നും തോന്നിയ സമയത്ത് കിടക്കാതെ കറക്റ്റ് എന്നും കിടക്കുന്ന സമയത്ത് നമ്മൾ കിടക്കാനായിട്ട് നോക്കുക. എന്നും കറക്റ്റ് ഒരു സമയത്തിന് എണീക്കാനായിട്ട് നോക്കുക. അപ്പൊ തന്നെ നമ്മുടെ ഉറക്കമൊക്കെ കറക്റ്റ് നമുക്ക് ഉറങ്ങാനും കറക്റ്റ് സമയത്തിന് ആ സമയമാകുമ്പോൾ നമുക്ക് ഉറക്കം വരും. അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് രാത്രി എങ്ങനെ പകല് നമുക്ക് കുറച്ചു നേരം കിടക്കാം. പിന്നെ ഒരുപാട് സമയം നമ്മൾ പകൽ കിടന്നുറങ്ങിയാലും നമുക്ക് രാത്രി ഉറക്കം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പകൽ ഒരുപാട് സമയം ഉറങ്ങണ്ട. രാത്രി ആവശ്യത്തിന് ഉറങ്ങുന്നവരാണെങ്കിൽ പകൽ കുറച്ച് സമയം കിടക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ രാത്രി ഒട്ടും ഉറക്കം കിട്ടാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ പകൽ കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി പ്രഗ്നൻസിയിൽ നമുക്ക് രാത്രി ഉറക്കം കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.